നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 4 മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ സത്യം പറയാമല്ലോ, എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പുല്ല് പണ്ടാറടങ്ങിയത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ള ഒരു ലെവലിലായിട്ടുണ്ട്. പലരും കമൻറ്റ് ചെയ്തതുപോലെ ഞാനും അത് ഓർക്കുന്നുണ്ട്. ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഡോക്ടർ റോബിൻ പോയതിനു ശേഷം ആ ഷോ കാണാനുള്ള താല്പര്യം കുറഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നല്ല പ്ലെയറായിട്ട് ഇരുന്നവരല്ല താഴോട്ട് പോയി നിലവാര തകർച്ച സംഭവിച്ചു ഒക്കെ പോകുന്നത് കാണുമ്പോൾ ഒരു പരിധി വരെ സത്യം പറഞ്ഞാൽ കുറ്റം പറഞ്ഞ് അവരുടെയൊക്കെ ഗെയിമിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ മടുത്തു തുടങ്ങിയ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു ഒരു നിസ്സഹാവസ്ഥ, എന്തോ പറയൂല്ലേ എന്നെ, എന്തോ ഒരു തേങ്ങ പറയുന്നതായിക്കോട്ടെ. അപ്പോൾ ബ്ലസ്ലി പറഞ്ഞതുപോലെ ബ്ലസ്ലി ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും ഈ ഷോ അങ്ങനെ തന്നെയാണ്. ഈ ഷോ എന്ന് പറയുന്നത് റിയൽ, അതായത് നമുക്ക് റിയൽ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി ഷോ തന്നെയാണിത്. എല്ലാ അർത്ഥത്തിലും ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാൾ ആരാണെന്നത് റിയൽ ആയിട്ടുള്ള പുള്ളി ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ വിജയിപ്പിക്കുക, ആ വ്യക്തി വിജയിപ്പിക്കുക, ആ തിരിച്ചറിഞ്ഞ് പ്രേക്ഷകർക്ക് നൽകുന്ന ഇഷ്ടം, സ്നേഹമാണ് ആ വ്യക്തിയുടെ വിജയം എന്നുള്ളതാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഒരു എടുത്തു പറയത്തക്ക ഒരു കാര്യം. കാരണം അതാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, ഈ ഒരു ഷോയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ നമുക്ക് ആ ഹൗസിൽ പരമാവധി 50-60 ദിവസം വരെ അഭിനയിക്കാം, മനസ്സിലായോ? അഭിനയിച്ച് നിൽക്കാം. ഞാൻ ഇതല്ല, ഞാൻ മറ്റേതാണെന്ന് മറ്റുള്ളവരെ കാണിക്കാം. പക്ഷെ അതിന് ശേഷം വരുന്നതെല്ലാം അവരുടെ റിയൽ ക്യാരക്ടറാണ്. ബ്ലസ്സി പറഞ്ഞു ലക്ഷ്മിപ്രിയയുടെ റിയൽ ക്യാരക്ടർ പുറത്തു വന്നു. സത്യമാണ്, ഇതാണ് ലക്ഷ്മിപ്രിയ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും അവരുടെ റിയൽ ക്യാരക്ടറാണ്. മലവാണത്തെ വിളിച്ചു, മലവാണം 42 ദിവസത്തെ കയറി വന്നത്. കാരണം അവൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തിറക്കാനുള്ള സമയമായിട്ടില്ല. ഇനിയും കുറച്ച് സമയം കൂടി കൊടുക്കണം, എന്നാലേ അവരുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരത്തുള്ളൂ. ഈ കാണിക്കുന്നതൊക്കെ അഭിനയമായിരിക്കാം, റിയലുമായിരിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബ്ലസ്ലി പറഞ്ഞ ആ കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ബ്ലസ്ലി ആരാണെന്നും ബ്ലസ്ലിയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നും ഇപ്പോൾ നമുക്ക് വെളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബ്ലസ്ലി തന്നെ പറയുന്നു, ഇതാണ് ഞാൻ ഇതാണ്, ഞാൻ വീട്ടിലും ഇങ്ങനെയാണ്, നാട്ടിലും ഇങ്ങനെയാണ്, ഇവിടെയും ഇങ്ങനെയാണ്. ഇതെന്റെ ജീവിതമാണ്. ഞാൻ ഇവിടെ എല്ലാവരും വീട്ടിലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്താണ് ജീവിക്കുന്നത്, ഇവിടെയും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എന്നെ ജീവിക്കുന്നത്. അതായത് ഇതാണ് ഞാൻ. എൻ്റെ പൊന്ന് ബ്ലസ്ലി, ഇതാണ് നീ എങ്കിൽ നിന്നെ എങ്ങനെയാണ് ആ വീട്ടിലുള്ളവർ സഹിക്കണത്? വലിയ കഷ്ടം. വേണം ഇതുപോലെ, സത്യം പറഞ്ഞാൽ ഇതുപോലെ ഒരു ഇറിറ്റേഷൻ എന്തൊരു മനുഷ്യനാണെന്ന് നോക്കണം, മനസ്സിലായോ? ഇവിടെ വന്ന ഒരു ബ്ലസ്ലി ഇവിടെ ആദ്യം വന്നത് ആഹാരം കഴിക്കാൻ പാടില്ല, ആഹാരം കഴിച്ചാൽ മറ്റ ചിന്ത വരും, മറിച്ച ചിന്ത വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് കുറേ ദിവസം അതിൻ്റെ ബാക്കിലായിരുന്നു. ഇപ്പം മൂക്ക് മുട്ടണ തിന്നണ അവനാണ് അവിടെ ഇരുന്നുണ്ട്. ഇപ്പം അതിനെക്കുറിച്ച് ഖമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. എപ്പോൾ നോക്കിയാലും മൂക്കിലും സൈഡിൽ ഇരുന്ന് തീറ്റ മാത്രമേ ഉള്ളൂ. അവിടെ വന്നതിന് ഇത്തിരി പച്ച പിടിച്ചത് അവൻ മാത്രമേ, ബാക്കി എല്ലാവരും ഉണങ്ങിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ മാത്രം ഇത്തിരി പച്ച പിടിച്ചു എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവൻ അതൊന്നുമില്ല. ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 50 ദിവസം മുമ്പ് കണ്ട പെണ്ണിന് വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മയെ വേണ്ട, അവൻ്റെ സഹോദരങ്ങളെ വേണ്ട, എല്ലാവരെയും മറന്ന് പണം വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് നീ മതി എന്നുള്ള ലെവലിലേക്ക് എത്തും. ഇതാണ് ബ്ലസ്ലി. തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്, പ്രണയം സാധിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകണം എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ബ്ലസ്ലി എന്ന നന്മമരം. എത്തിക് രാജാവ്, ദ കിങ് ഓഫ് എത്തിക്. മനസ്സിലായോ? അതായത് ഇന്ന് ദൃശ്യ ഒരു കാര്യം ചോദിച്ചു, നീ എന്ത് സന്ദേശമാണ് പുറത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കൂടി അവരെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് അവരൊക്കെ അടിച്ചേൽപ്പിക്കണം തൻ്റെ പ്രണയം. അതാണോ നീ പുറത്തുള്ള പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്ന് ചോദിച്ചവൾ കമാന്നൊരക്ഷരം മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, എന്ത് മറുപടി ഇല്ലാതെ ഇരിക്കുന്നവനെ കണ്ടു. അതായത് അവന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, അവന് വേണ്ടിയിട്ട് അവൻ എത്തിക്സും ഇല്ല, ഒരു മാങ്ങാത്തൊലിയുമില്ല, അവൻ എന്തും ചെയ്യാം. ആ പെണ്ണിന്റെ ബാക്കിലെ പട്ടിയെ പോലെ നടന്ന് ആദ്യം ഇരന്നു,
അല്ല ആദ്യം അവരുടെ സ്വഭാവം ഡയറക്റ്റാ പറഞ്ഞു നോക്കി, നടക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? എരന്ന് നോക്കി. ഇപ്പോൾ ഭീഷണി, മനസ്സിലായോ? ആ ലെവലിലേക്കാണ് നമ്മുടെ ബ്ലെസ്ലി പോകുന്നത്. ഇവിടെ കുറെ കമന്റുകൾ കേട്ടു, അയ്യോ അത് ചേട്ടാ ഇതൊക്കെ ഗെയിം അല്ലേ എന്ന്. അയ്യോ നിങ്ങളൊക്കെ അല്ല പെൺകുട്ടികളുമുണ്ട്. ഒരു പെൺകുട്ടിക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പെൺകുട്ടികളുടെ പേര് വെച്ച് പെൺകുട്ടിയാവാമെന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ഫേക്ക് ഐഡിയകളായിരിക്കാം. അവർ തന്നെ വന്ന് പറയുന്നത് അതൊക്കെ ഗെയിം അല്ല, അത് ഗെയിമായിട്ട് കണ്ടുകൂടെ എന്ന്. നല്ല വേറൊരു കമന്റ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. മൈൻഡ് ഗെയിമർ, ബ്ലെസ്ലി ഇസ് ദ മൈൻഡ് ഗെയിം. അവന്റെ മൈൻഡ് ഗെയിമാണ് ഈ കാണുന്നതെല്ലാം. നല്ലൊരു കമന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അവന്റെ മൈൻഡ് ഗെയിം. പെണ്ണുങ്ങളെ എന്ത് ചെയ്താൽ ബാക്കിലേ നടന്ന് ഭീഷണിപ്പെടുത്തിയും അവരെ ഫോഴ്സ് ചെയ്തും ബാക്കിലേ നടന്ന് ഹരാസ് ചെയ്തും അവന്റെ പ്രണയം പിടിച്ചെടുക്കുക. അതൊന്നും നടന്നില്ലെങ്കിൽ അടുത്ത വേല അവ അടുത്തത് വീണ്ടും ചെയ്യും. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് എവളെ വീണ്ടും വീണ്ടും എന്തിനാ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കും, പിന്നെ അവൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാര്യം മനസ്സിലായി. ആ കൂടി 5 പേരേ ഉള്ളൂ. അവർ ദിൽഷ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ഇനി 2 ആഴ്ചയും കൂടി സഹിച്ചാൽ മതിയല്ലോ എന്ന്. അവൻ വീണ്ടും വീണ്ടും അവള് പറയുമ്പോൾ വീണ്ടും വീണ്ടും ഇതേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് കാണാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ആ പറഞ്ഞ സമയത്തൊക്കെ ആ ദിൽഷയുടെ മുഖത്തുണ്ടായ ആ ദേഷ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദിൽഷ ഇത് പറയുന്നത് നീ ഇതൊരു ഗെയിമായിട്ട്, നീ നിന്റെ സ്ട്രാറ്റജി ആണോ ഇവന്റെ സ്ട്രാറ്റജി ആണോ എന്നുള്ളത് ദിൽഷയ്ക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ ദിൽഷ നീ ഇവിടെ പല ഗെയിമും പല കാൽക്കുലേഷനും ചെയ്തായിരിക്കും വന്നപ്പോൾ നിന്റെ കാൽക്കുലേഷൻ, പക്ഷെ നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നീ കരുതരുത്. നിന്റെ കാൽക്കുലേഷൻ എല്ലാം അല്ലെങ്കിൽ നിന്റെ കണക്കൂട്ടലെല്ലാം പലപ്പോഴും തെറ്റിപ്പോകുന്നു എന്ന് ദിൽഷ പറയുമ്പോഴൊക്കെ അവൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഒന്നുമില്ല, ഞാൻ വീട്ടിലായാലും പ്ലാൻ ചെയ്ത് നടക്കുന്നത്, ഇവിടെയും പ്ലാൻ, ആ പ്ലാനിൽ തന്നെയാണ് ദിൽഷ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ആ പ്ലാനിൽ തന്നെയാണ്. നീ ആദ്യം ദിൽഷയോടുള്ള പ്രണയം നീ പറഞ്ഞത് അത് നിന്റെ പക്ക ഒരു സ്ട്രാറ്റജി എന്നത് ഡോക്ടർ റോബിന്റെ തടയിടാൻ വേണ്ടിയിട്ട് ആയിരുന്നു. അതിനുശേഷമാണ് നീ പതുക്കെ 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 പിടിച്ചു കയറ്റി അവസാനം റോബിന് പോകുവാൻ വേണ്ടി നീയും ഒരു കാരണക്കാരനായി. നീയാണ് ആദ്യം പോയി പരാതി പറഞ്ഞത്, നമ്മളത് മറക്കില്ല. പോട്ടെ, നീ പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ നീ ഭീഷണിയുടെ സ്വരവുമായിട്ട് വന്നു, ഒലിപ്പീരിന്റെ സ്വഭാവവുമായിട്ട് വന്നു. അവളെ നോക്കില്ല ഈ കൂത്തിപ്പട്ടിയുടെ ബാക്കിലെ ഈ ആമ്പട്ടികൾ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുമ്പോൾ നീ സദാസമയം ഇപ്പൊ അവളെ മണപ്പിച്ച് മണപ്പിച്ച് നടക്കുന്നതാണ് നിന്റെ പരിപാടി. നീ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾക്ക് വഴക്കും ചീത്തവിളിയും കേട്ടണം നിന്റെ വീട്ടിലിരിക്കുന്ന ഉമ്മയും പെങ്ങളുമാണ്. ആ ഉമ്മയും പെങ്ങളെ പോയി ചീത്ത വിളിക്കാൻ തന്തയില്ലാത്തവന്മാരെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ അതൊക്കെ പോട്ടെ, അതിനിടയ്ക്ക് നിന്റെ സഹോദരൻ അതിന് തിരിച്ച് മറുപടി കൊടുക്കുന്ന ചീത്ത വിളിച്ചുകൊണ്ട് അവന് ഒരു ടൈപ്പാണ്. നമ്മൾ ഒരാൾ നമ്മളെ ചീത്ത വിളിക്കും, തിരിച്ച് നീ അങ്ങോട്ട് ചീത്ത വിളിച്ചാണ് മറുപടി കൊടുക്കണമെങ്കിൽ പിന്നെ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ലാതായി. മനസ്സിലായോ? അതിന് പകരമായിട്ട് മാന്യമായിട്ട് തന്റെ കേസ് ഈ വിളിച്ചവന്മാരെ പേരിൽ അങ്ങോട്ട് കേസ് പേര് നമുക്ക് നിർത്തി തന്നെ. അല്ല നമ്മൾ ഒരാളെ ചീത്ത വിളിച്ചെന്ന് പോയി നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങിക്കൊണ്ട് അവരെ കിടന്ന് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇവിടെ നിന്നുണ്ട് ഇപ്പൊ നിങ്ങളെയൊക്കെ ചീത്ത വിളിച്ചു കഴിഞ്ഞാല് ബുദ്ധിയുള്ളവൻ ചെയ്യില്ല. ചെയ്താൽ ഞാൻ ഒരു ചീത്ത വിളിക്കുമ്പോൾ 1000 ചീത്ത തിരിച്ചു വരും. കാരണം അവനെ പേടിക്കാനൊന്നുമില്ല. അവൻ ഫേക്ക് ഐഡി ഉണ്ടാക്കി അവൻ ചീത്ത വിളിച്ചിട്ട് അവൻ അങ്ങ് പോകും. മനസ്സിലായോ? അപ്പൊ ബ്ലെസ്ലിയുടെ സഹോദരൻ ചെയ്തത് വലിയ തെറ്റാണ്. ബ്ലെസ്ലിയുടെ സഹോദരി ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ബ്ലെസ്ലിയുടെ സഹോദരൻ ചെയ്ത തെറ്റാണ്. അവൻ ചീത്ത വിളിക്കുമ്പോൾ വീണ്ടും ഈ ഞരമ്പ് രോഗികൾ കുറേ ഉണ്ടല്ലോ, അവന്മാർ തിരിച്ച് വീണ്ടും വിളിക്കും. കാരണം അവനെ പൊക്കാൻ കഴിയാൻ വലിയ പാടാണ്. ഇങ്ങനെയുള്ള ഫേക്ക് ഐഡിയിലേക്ക് വരണവരൊക്കെ ഇത്തിരി പിന്നീട് പിടിച്ചെടുക്കാൻ വലിയ പാടാണ്. സ്വന്തം മുഖവും കാണിച്ച് അല്ലെങ്കിൽ സ്വന്തം ഐഡന്റിറ്റിയും വെച്ചുകൊണ്ട് ഒരു തെണ്ടികളും ഇതുപോലുള്ള വൃത്തികേടുകൾ തെണ്ടിത്തനങ്ങൾ കാണിക്കില്ല എന്നത്തെ മനസ്സിലാക്കുക. അപ്പൊ ബ്ലെസ്ലിയുടെ കേസ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ പറയണം, നിനക്ക് മതിയാവില്ല. സത്യം പറഞ്ഞാൽ മടുത്ത്. അവനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പലരും പറഞ്ഞാൽ അവനെ വിട്, അവൻ ശരി നന്നാവുമെന്ന്. അതാണ് സത്യം. അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവൻ നന്നാവാൻ പോകില്ല. ഇവൻ ഈ ജീവിതകാലം മൊത്തം ഇവൾക്ക് ദിൽഷയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റാണ് ബ്ലെസ്ലി. ദിൽഷ ഇപ്പം എങ്ങനെയെങ്കിലും 2 ആഴ്ച ഈ മരങ്ങോടനെ എങ്ങനെയെങ്കിലും സഹിച്ച് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള ദിൽഷയുടെ ഇത്. അതുവരെ പണ്ടത്തെ പോലെ ആ ഞാൻ ഫ്രണ്ടാണെന്ന് ഘോരഘോരം വിളിച്ച് പറഞ്ഞത് ലാസ്റ്റ് മറ്റുള്ളവരുടെ ഫ്രണ്ട് അല്ലാതെ ഇവർ നമ്മൾ അടിച്ചു പിരിയുന്നത് കണ്ട് ആ നാണക്കേട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് അവൾ ഇപ്പോഴും അവൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നത്. മനസ്സിലായോ? അവന്റെ ഉദ്ദേശം വേറെ ലെവലാണ്. അതൊക്കെ പോട്ട്, അത് ഞാൻ വിട്ടു. ഇതവ ഇനി ആവർത്തിക്കും, നാളെയും പറയും, മറ്റന്നേയും പറയും. ഇത് വേറെ ഏത് ലെവലിൽ എത്തിച്ച് തീരുമെന്ന് എനിക്ക് അറിയാം. ഞാൻ എപ്പോഴും പറയുന്നു ബിഗ് ബോസ് ഇതിൽ ഇടപെടണം എന്നുള്ളതാണ്. ബിഗ് ബോസ് പലതും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ബ്ലെസ്സിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ബ്ലെസ്സി അതിനിടയ്ക്ക് ഏറ്റവും വലിയൊരു അബദ്ധം വീണ്ടും കാണിക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുടെ
എതിരെയാണ് അത് കാണിക്കുന്നത്. ലക്ഷ്മിപ്രിയ അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ നോമിനേഷനിൽ പറയുന്നു ലക്ഷ്മിപ്രിയ ആദ്യം വിമൻസ് കാർഡ് ഇറക്കി, പിന്നെ എന്താ വേറെ എന്തോ കാർഡ്, ഇപ്പൊ അവളെ ഇറക്കുന്നത് രാഷ്ട്രീയ വർഗീയ കാർഡ്, വർഗീയ രാഷ്ട്രീയ കാർഡ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കാർഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് ബ്ലസ്ലി. നിന്റെ കുരുട്ട് ബുദ്ധി അപാരം. പക്ഷെ ഈ സമയത്ത് ഇവിടെ നീ വളരെ തെറ്റിപ്പോയി. കാരണം ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അവിടെ ഇരിക്കുന്ന ആരും ഒറ്റ മനുഷ്യരും ഇതുവരെയൊക്കെയായിട്ട് വർഗീയത പറയാനായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായല്ലോ? ഞാൻ ഇതുവരെയും കേട്ടില്ല. അപ്പം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ വീഡിയോയുടെ സൈഡിലും കുറച്ചുപേർ വന്ന് വർഗീയത പറയുന്നത്. ഞാനൊരു വർഗീയവാദിയാണ്, അതുകൊണ്ടാണ് ഞാൻ ബ്ലസ്ലിയെ കുറ്റം പറയുന്നത് എന്നുകൊണ്ട് കുറച്ച് ഈ മനസ്സിന് വൈകൃതമുള്ളവർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അവരെ അടുത്ത് എനിക്ക് ഒന്നും മറുപടി പറയാനില്ല. ആ കമന്റുകൾക്ക് അർഹിക്കുന്ന അവഗണന ഞാൻ കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് അതിനൊന്നും ഒരു മറുപടി ഞാൻ ഇത് പറഞ്ഞത് കൊണ്ട് ഇതിപ്പോ അല്ല, മുമ്പേ കഴിഞ്ഞ വർഷവും ഇതുപോലെ ചില ഞരമ്പുകൾ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്. അത് അവരൊരു ഞരമ്പന്മാരായിട്ട് കണക്കാക്കി, അല്ലെങ്കിൽ അവരുടെ മനസ്സിലാണ് ഈ പറഞ്ഞത് എന്ന് എൻ്റെ മനസ്സിലാണ് ഞാൻ അവരെ അവോയ്ഡ് ചെയ്തിട്ടേ ഉള്ളൂ. അതിനൊന്നും മറുപടി കൊടുക്കാൻ ഞാൻ വേറെ ജനിക്കണം. മനസ്സിലായോ? അപ്പോ ഇവിടെ ബ്ലസ്ലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലക്ഷ്മിപ്രിയയുടെ തന്റെ പേരിനെ ഇന്ത്യ മഹാരാജ്യത്തോട് ഉപമിച്ച് പറഞ്ഞു എന്ന സ്വഭാവത്തെ. അങ്ങനെ എനിക്കൊന്നും മനസ്സിലായില്ല ഇവ എന്തൊരു തേങ്ങയാണ് പറയണെന്ന്. അപ്പൊ ലക്ഷ്മിപ്രിയ ഞാൻ ഇന്ത്യയിൽ ജനിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ശരിയാ, സമ്മതിച്ചു. അടുത്ത ദിവസം പറയുന്നത് വെച്ചാൽ ഞാന് എരുമച്ചാണകം എന്ന് പറഞ്ഞതിനെ ലക്ഷ്മിപ്രിയ മാറ്റി അതിനെ പശുവിൻ ചാണകം എന്നാക്കിയത് എന്താണെന്ന് എനിക്കറിയാം. അത് ഒരു കാര്യം. രണ്ടാം ദിവസം പറഞ്ഞത് എന്നെ ബ്ലസ്ലി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിപ്രിയ ഇപ്പൊ 2 ദിവസം കൊണ്ട് മുഹമ്മദ് ഡിലിജന്റ് ബ്ലസ്ലി എന്ന് വിളിക്കാനുള്ള കാരണവും എനിക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ അത് വർഗീയതയായിട്ട്, അതായത് പശുവിൻ ചാണകം എന്ന് പറയുമ്പോൾ ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും പൂജിക്കുന്ന ഒരു വസ്തുവാണെന്നോ. അപ്പൊ ഇവൻ കണക്ട് ചെയ്ത് പറയുന്നത് അവള് ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവവും ഇപ്പം എന്തായാലും ഹിന്ദു മതത്തിലാണല്ലോ വിശ്വസിക്കുന്നത്. അത് മുഹമ്മദ് എന്ന് എടുത്ത് പറയുമ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ എന്താണ് മുസ്ലിം ആ ലെവലിലേക്ക് പോർട്രേ ചെയ്തുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ മണാവണാശം പറയുന്നത്. ഏറ്റവും വലിയൊരു തെറ്റാണ് ബ്ലസ്ലിക്ക് ഇന്ന് പറ്റിയത്. അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും സത്യം പറഞ്ഞാൽ ഈ കാർഡ് നീയാണ് ഇറക്കണമെന്ന് നമ്മൾക്ക് പറയേണ്ടതായിട്ട് വരും. ലക്ഷ്മിപ്രിയ മാത്രമല്ല, ആ വീട്ടിലുള്ള ആരും അങ്ങനെ ഒരു കാർഡ് മതപരമായിട്ടോ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡ് ഇറക്കുന്നില്ല. പിന്നെ വിമൻസ് കാർഡുകൾ പെണ്ണുങ്ങളായിട്ടുള്ളവർ ചില സമയത്ത് ഇറക്കാതെ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും അവർക്ക് അവസരം വരുമ്പോഴേക്ക് എടുക്കും. അതൊക്കെ അവരുടെ ഈ പറഞ്ഞതുപോലെ എന്താണ്, അവർക്കൊരു ആയുധമാണ്. അത് കാരണം അവർക്ക് പിന്നീട് ഫിസിക്കലി സ്ട്രെങ്ത് കുറവാണെങ്കിൽ അവർക്ക് ആ ഒരു സമയത്തൊക്കെ അവർ ഇതങ്ങ് എടുത്തിടും. അപ്പൊ അതവരെ കുറ്റം പറയുന്നത് കാരണം നമ്മളതിനെ വിമർശിക്കുകയൊക്കെ ശരിയെങ്കിൽ വിമർശിക്കുമെങ്കിലും പലപ്പോഴായിട്ട് പലവരും ഇത് എടുത്തിടുന്നില്ല. അതൊന്നും വലിയൊരു കാര്യമൊന്നുമല്ല. പക്ഷെ ഈ വർഗീയത, രാഷ്ട്രീയം, ജാതി, മതം ഇങ്ങനെയുള്ള സംഭവങ്ങൾ എടുത്താൽ അത് പൊള്ളുന്ന സംഭവമാണ്. ഈ ബ്ലസ്ലി ഇങ്ങ് പറഞ്ഞിട്ടങ്ങ് പോയി. ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കുന്ന ബ്ലസ്ലിയാണ്. ബ്ലസ്ലി വിചാരിക്കുന്നു ലക്ഷ്മിപ്രിയ അങ്ങ് നെഗറ്റീവ് ആക്കി കാണിച്ചില്ല. ലക്ഷ്മിപ്രിയ ഈ ഒരു കാരണം പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ പറഞ്ഞത്. ഞാനിവിടെ ലക്ഷ്മിപ്രിയ പൊക്കയില്ല ചെയ്യുന്നത്. ബ്ലസ്ലി എന്ന് പറയുന്ന ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ അധപ്പതനമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്ലസ്ലി ആരാണെന്നുള്ളത് നമുക്ക് ബ്ലസ്ലി തന്നെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതാണ്, നിങ്ങൾ കാണും പോലെയല്ല, ഞാൻ ഈ മുടി വളർത്തിയ അവനെ പോലെ തന്നെയാണ് ഞാൻ. നീ ആദ്യം പോയി ഡെയിലി കുളിക്കണം. അവിടെ ഇപ്പോഴും ദിൽഷേനെ അടുത്ത് പറയണം പലപ്പോഴും, ഞാൻ ഇന്ന് കുളിക്കില്ല. ദിൽഷേനെ പറയും നീ പോയി ഒന്ന് കുളിയടാണ്. നീ ഒന്ന് കുളിച്ച് തലയൊക്കെ ഒന്ന് വൃത്തിയാക്കുക, മൈൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കുക, നിനക്ക് ഒത്തിരിയെങ്കിലും ബുദ്ധി വരും. നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ ഏത് പൊസിഷനിൽ വന്ന് നിൽക്കുമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇതിലെനിക്ക് വേറെ കേസ് എടുത്ത് പറയാം. ഇവിടെ നല്ല രീതിയിൽ ഏഷ്യാനെറ്റ് ഈ റിയാസിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ബ്ലസ്ലി ഇങ്ങനെ ഒരു എന്താ പറയുക വേണ്ടാത്തരം പറഞ്ഞപ്പോഴ് ദിൽഷ എണീറ്റ് വന്ന് അതിനെ വളരെ നല്ല രീതിയിൽ അതിന് മറുപടി കൊടുത്ത്, ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഏത് രീതിയിലുള്ള ഏത് രീതിയിലാണ് പുറത്ത് പോകുന്നത് നിനക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ജാതിപരമായിട്ടോ
ഈ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒരിക്കലും പറയാൻ പാടില്ല, നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറഞ്ഞ് ബ്ലെസ്ലിയെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അത് ഏഷ്യാനെറ്റ് മനഃപൂർവ്വം കട്ട് ചെയ്ത് കാണിച്ചു. ആ സംഭവമേ ദിൽഷ പറഞ്ഞ അത് ഏതാണ്ട് ഒരു 10 മിനിറ്റോളം, എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റോളെങ്കിലും ദിൽഷ നല്ല രീതിയിൽ അതിനൊരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഭാഗവും കൂടി കാണിക്കാതെ ഏഷ്യാനെറ്റ് കട്ട് ചെയ്ത് കാണിച്ചു. പിന്നെ ദിൽഷ അവിടെ 3 വരെ നോമിനേറ്റ് ചെയ്ത മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷേ അതിന് പകരമായിട്ട് മലവാണം വന്ന് പറഞ്ഞത് കംപ്ലീറ്റാ കാണിക്കുകയും ചെയ്തു. ഇപ്പം ഇവിടെ ആരെ വെള്ളപൂശി? മലവാണത്തെ വെള്ളപൂശി. അതായത് ബ്ലെസ്ലി ഇങ്ങനെ ഒരു അബദ്ധമല്ല, ഇങ്ങനെ ഒരു പിന്നെ ഒരു തെറ്റിത്തരം പറഞ്ഞപ്പോൾ അവിടെ എതിർക്കാൻ വേണ്ടിയിട്ട് ആര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഈ റിയാസ് സലീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു സംഭവം പ്രേക്ഷകർക്ക് ഇട്ട് കൊടുക്കുകയാണ് ആര്? ഈ ഏഷ്യാനെറ്റ്. പക്ഷെ അവിടെ ആദ്യം വന്ന് പറഞ്ഞ ദിൽഷയാണെന്നും ദിൽഷ ഈ പറഞ്ഞ റിയാസ് പറയുന്നതിനെ കണ്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ബ്ലെസ്ലിയെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രേക്ഷകർ, ലൈവ് കാണാത്ത ഒരു പ്രേക്ഷകർക്കും അറിഞ്ഞുകൂടാ. ഇവിടെ നോക്കുമ്പോൾ റിയാസ് സലീം മാത്രമാണ് അതിനെതിരായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ റിയാസ് സലീമിനെ പൊക്കി ഇവിടെയാണ്, മനസ്സിലായോ? അപ്പം ഇവിടെ അതുമല്ല, പല സീനുകളും നോക്കിയാലും മലവാണത്തെ പിന്നീട് ഫേവർ ചെയ്തുകൊണ്ടുള്ള പല സീനുകളും ഇവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പല സീനുകളും നമുക്കത് വ്യക്തമായിട്ട് പല സീനുകളും ഇവരുടെ പല സീനുകളും കട്ട് ചെയ്യുന്നുമുണ്ട്. മറ്റുള്ളവരെ പല സീനുകളും കട്ട് ചെയ്യുന്നുമുണ്ട്. ഞാൻ പണ്ട് പറഞ്ഞ പോലെ അവർ ഇപ്പോഴും ആ ഒരു അജണ്ടയിൽ തന്നെയാണ്. അവനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് ഒരു റെവല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമായി ഒരു കാര്യമാണ്. അവനെ ഏതൊക്കെ രീതിയിൽ അവർക്ക് ഫേവർ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ അവർ ഫേവർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, മനസ്സിലായോ? ഇന്ന് റിയാസിനെ ജയിൽ ടാസ്കിലേക്ക് ഇട്ടപ്പോൾ അതും ബിഗ് ബോസിന് പിടിക്കുന്നില്ല. ബിഗ് ബോസ് ചേച്ചി പറയുന്നു എന്താണ് ഒരുമാതിരി എന്തൊരു വിരോധാഭാസമാണ്, ക്യാപ്റ്റൻസി ടാസ്കിൽ എടുത്തത് എങ്ങനെ റിയാസിനെ എടുക്കാം, പിന്നീട് ജയിൽ ടാസ്കിലേക്ക് എടുക്കാൻ പറ്റും, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് വാ തുറന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ മന്ദബുദ്ധിയെ പോലെ, പൊട്ടനെ പോലെ, ഊമയെ പോലെ ഇരിക്കുന്ന ബിഗ് ബോസ് ഇന്ന് വാ തുറന്ന് അങ്ങ് പറഞ്ഞു മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, റിയാസ് മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. എന്താ ആയിക്കോട്ടെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അപ്പൊ ബ്ലെസ്ലിയെ കയറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ബ്ലെസ്ലി ഇതുപോലുള്ള വൃത്തികെട്ട കളികൾ കളിച്ചുകൊണ്ട് അവൻ തന്നെ നശിപ്പിക്കുകയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അവൻ ഓരോ ദിവസം കഴിയും തോറും അവന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും അവന്റെ പ്രവൃത്തികളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്ലെസ്ലി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ നിലവാര തകർച്ചയും അധപതനവുമാണ് ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചതെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് തരം താണ് പോയി, അത്രയ്ക്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇത് പോയി. ഇപ്പൊ ആർക്കും ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും, പിന്നെ ഈ അന്തം ഫാൻസുകൾ വന്ന് കുറെ കമന്റുകൾ ചെയ്യുന്നതല്ലാതെ കുറെ പേർക്കെങ്കിലും ഇത് മനസ്സിലാക്കണം. ഒരു പെണ്ണായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇത് മനസ്സിലാവാൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ സ്നേഹിക്കുന്നതോ എന്റെ സ്നേഹം പറയുന്നതോ അതിനിപ്പം ഏജ് ഒന്നും ഒരു വിഷയം, ഏജോ ജാതിയോ ജെൻഡറോ ഒന്നും അതിലൊരു ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏത് ഏജിലുള്ളവർക്കും പ്രണയിക്കാം, പ്രണയം തുറന്നു പറയുകയും ചെയ്യാം. പക്ഷെ അവർക്ക് ഈ പറഞ്ഞതുപോലെ എനിക്ക് ആ ഒരു പ്രണയം ഇല്ല എന്ന് പറയും. എനിക്ക് തന്നെ ഒരു സഹോദരനായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രദറായിട്ടാണ് പിന്നീട് കാണുന്നുള്ളൂ എന്ന് ഒന്നല്ല പല ആവർത്തി പറഞ്ഞിട്ടും അവരെ വിടാതെ പിന്തുടർന്ന് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, നിനക്ക് പ്രണയം ഉണ്ടെങ്കിൽ നീ മനസ്സിൽ വെച്ചിട്ട് നീ എന്തിനു എപ്പോഴെപ്പോഴും പറയുന്നു. അതാണ് ദിൽഷയും പറഞ്ഞത്, എന്റെ പ്രണയത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്കും എന്താണ് എന്റെ വിചാരങ്ങളെയും നീ എന്തിനും അക്സെപ്റ്റ് ചെയ്യണം, അത് അംഗീകരിക്കണം. അപ്പൊ ബ്ലെസ്ലി ചെയ്യാതെ നിന്റെ പ്രണയം നീ പറഞ്ഞു അവൾ നിരസിച്ചു, നിന്റെ മനസ്സിൽ കിടക്കട്ടെ. ആ പ്രണയിനിക്ക് വേണ്ടി നീ വേണമെങ്കിൽ ചെയ്തോ, നിന്റെ ഇഷ്ടമുള്ള ചെയ്തോ. അല്ലാതെ ആ പ്രണയം പിടിച്ചു പറിക്കാനും ആൾക്കാരുടെ മുമ്പിൽ നാണക്കെടുത്താനും ആൾക്കാരുടെ മുമ്പിൽ അവളെ കൊച്ചാക്കി കാണിക്കാനൊക്കെ ചെയ്യുകയല്ല ചെയ്യാനുള്ളത്. എങ്ങനെ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ, ഫോഴ്സ് ചെയ്തുകൊണ്ട് പിടിച്ചു വാങ്ങാനുള്ളതല്ല ബ്ലെസ്ലി പ്രണയം. മനസ്സിലായോ? അത് നിന്റെ മനസ്സിന്റെ എന്താ പറയുക വൈകല്യമാണെന്ന് ഞാൻ പറയും. എൻ്റെ മനസ്സിന്റെ വൈകല്യമാണ്. അത് വളരെ ഡേഞ്ചറിലോട്ട് പോകുന്ന ഒരു വൈകല്യമാണ്. എൻ്റെ ആ സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. ഇത് പിന്നീട് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞു എനിക്ക് അവൻ്റെ അടുത്ത് എനിക്ക് പേടിയാണെന്ന്. സത്യമാണ്. ലക്ഷ്മിപ്രിയ അതൊരു മറ്റൊരു സംഭവത്തിലല്ല, ലക്ഷ്മിപ്രിയ അത് മനസ്സ് തട്ടി പറഞ്ഞ സംഭവം തന്നെയാണ്. പേടിയാണ്. കാരണം
ഓരോന്നോരോന്ന് പറഞ്ഞിടുകയാണ്. അന്നൊരിക്കൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ജെൻഡറിന്റെ കേസിൽ നോർമൽ അബ്നോർമൽ ഇവൻ ഉണ്ടാക്കി പറഞ്ഞ സംഭവമാണ്. അത് തൊട്ട് ഇവ വർഗീയതയിലേക്ക് വരുന്നുണ്ട്, ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവൻ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നതെന്ന് പേടിയാണ്, അവൻ്റെ അടുത്തിരിക്കാൻ പേടിയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വളച്ചൊടിച്ച് കാര്യങ്ങളെ വേറെ തരത്തിലിരിക്കും. കൊക്കിനെ പോലെ ഇങ്ങനെ ഇരിക്കും, ഇരുന്നു കൊണ്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മുനിയെ പോലെ ഇരുന്നു കൊണ്ട് കാണിക്കുന്നതെല്ലാം തെണ്ടിത്തനങ്ങളാണ് അവൻ കാണിക്കുന്നത്. ഒരു തെണ്ടിത്തനങ്ങൾ കാണിക്കുമ്പോൾ ചുമ്മാ ഇരിക്കാനൊന്നും പറ്റില്ല. അത് മറുപടി പറഞ്ഞാൽ നമ്മളത് പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ റിയാസിനെ വിട്ടിട്ട് ബ്ലസ്ലി ആണോന്ന് പലരും ചോദിക്കുന്നുണ്ട്. ആരായാലും തെണ്ടിത്തരം ആര് കാണിക്കുന്നു അവരെ കുറിച്ച് പറയും. റിയാസ് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നല്ല വെള്ളം ചമഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ. ഈ ബ്ലസ്ലി മണാകുണാശനെ പോലുള്ള അവന് ബുദ്ധിയുണ്ട്, ഇങ്ങനെ തന്നെ കുറച്ച് വോട്ടെങ്കിലും കിട്ടുമെന്നാണ് അവന്റെ വിചാരം. പക്ഷെ അതിനെക്കാട്ടി വലിയ ബുദ്ധിയാണ് ഇവിടുത്തെ പ്രേക്ഷകർക്കുള്ളത്. നീ ആദ്യം മനസ്സിലാക്കുന്നില്ല. മനസ്സിലായോ? നീ വെളിയിൽ നിന്ന് കളിയെ കണ്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് നിന്റെ കളി ഏതുവരെ പോകുന്നൊക്കെ നമുക്കറിയാം. നീ ആ ലെവലിൽ പിടിച്ചു പോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഇനിയും പറയുന്നു, ഈ ബ്ലസ്ലിയെ അന്ധമായി വിശ്വസിക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങൾ വോട്ട് കൊടുത്തു, ചുമ്മാ ഈ വോട്ടിട്ട് കൊടുത്തു, നിങ്ങൾക്ക് അത്രയ്ക്കാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ വോട്ടിട്ട് കൊടുത്തു. പക്ഷെ ഈ വന്ന് കമന്റിൽ വന്നിട്ട് അവനെ സപ്പോർട്ട് ചെയ്ത് ഗെയിമല്ലേ തേങ്ങയല്ലേ മാങ്ങയല്ലെന്ന് പറയില്ല. കാരണം നിങ്ങൾക്ക് ആ ചീത്തവിളി കിട്ടും. പക്ഷെ നിങ്ങളെ ആ കണ്ണിൽ കൂടെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. നീയും ഈ സ്വഭാവക്കാരനാണല്ലോ. ഗെയിം അല്ലാന്ന് ബ്ലസ്ലി എന്നെ പറയുന്നത്, ഇതെന്റെ ജീവിതമാണെന്ന് അവൻ തന്നെ 100 വട്ടം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വോട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, വോട്ട് കൊടുത്തു. ഇവിടെ കമന്റ് അവനെ സപ്പോർട്ട് ചെയ്തുള്ള കമന്റ് ഇടാതിരുന്നത് നിങ്ങൾക്ക് ഉള്ളത്. പിന്നെ നിങ്ങളുടെ സൗകര്യം, നിങ്ങൾക്ക് സൗകര്യമുള്ള ചെയ്യും. പിന്നെ എന്റെ കമന്റിൽ വന്നിട്ട് ഞാനും ഇനി വർഗീയവാദിയാണെന്ന് പറഞ്ഞും കൂടി പരത്തരുത്. അങ്ങനെയും പരത്തണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പരത്തിക്കോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ജയ് ഹിന്ദ്. നല്ല ഉറക്കം വരുന്നുണ്ട്.